2004 ഏപ്രിൽ 2-നാണ് ഭാര്യ ജയന്തിയെ കുട്ടിക്കൃഷ്ണൻ തന്റെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള മകളുടെ മുന്നിൽ വെച്ച് കറിക്കത്തിയും ചുറ്റികയും ഉളിയും ഉപയോഗിച്ച് കഴുത്തറുത്തു കൊന്നത്. കൊല്ലപ്പെടുമ്പോൾ ജയന്തിക്ക് പ്രായം 39. പ്രതിയായ ഭർത്താവ് കുട്ടിക്കൃഷ്ണന് വധശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴയിൽ 50,000 രൂപ മകൾക്ക് നൽകണമെന്നും വിധിയിൽ. കൊലപാതകത്തിന് ശേഷം മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പ്രതി കീഴടങ്ങിയിരുന്നു. എന്നാൽ ജാമ്യം ലഭിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ 19 വർഷത്തിനു ശേഷം 2023 ഒക്ടോബറിലാണ് പിടികൂടുന്നത്. ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘമാണ് പിടികൂടിയത്. പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ ആദ്യ കേസ് എന്ന പ്രത്യേകതയും ജയന്തി കൊലക്കേസിനുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം 302, 297 എന്നീ സെക്ഷനുകൾ അനുസരിച്ച് കൊലപാതകം, മൃതദേഹത്തോടുള്ള അനാദരം എന്നീ കുറ്റങ്ങൾ പ്രതിക്കുമേൽ തെളിഞ്ഞതായി മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവി വിലയിരുത്തുകയും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസിൽ കെട്ടിവെച്ചിട്ട് അവിടെ നിന്നും നൽകണമെന്നുമാണ് വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. പ്രതിക്ക് മാതാപിതാക്കളോ മറ്റു ബന്ധുക്കളോ ആരും തന്നെയില്ലെന്നും പ്രായം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷയിൽ ഇളവ് ചെയ്യണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ അഭ്യർത്ഥിച്ചു. ആകെ 22 സാക്ഷികളെയാണ് കോടതി കേസിൽ വിസ്തരിച്ചത്. ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ച് നടത്തിയത് ക്രൂര കൊലപാതകമാണെന്നും യാതൊരു ദയയും പ്രതി അർഹിക്കുന്നില്ലെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. പരമാവധി ശിക്ഷയായ വധശിക്ഷയിലേക്ക് വഴിവെച്ചതും ഇതുതന്നെയാകാം. നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.